ഹലോ ഗൈസ്, അദ്വൈതരസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമുക്ക് തിങ്കളാഴ്ച ദീപാവലിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകണമായിരുന്നു. അപ്പോൾ അച്ഛൻ വരാൻ രാത്രിയാകും. അതുകൊണ്ട് നമ്മൾ മമ്മിയും കൂട്ടി നമുക്ക് ഷോപ്പിങ്ങിന് പോകണം അല്ലേ സിധു, ദീപാവലിക്ക്. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്കാണ് അറിഞ്ഞത് ഗൈസ്, കാട്ടാക്കട ഒരു മെർമെയ്ഡ് ഷോ ഉണ്ട്. അപ്പോൾ അതിന് അവിടെയും കൂടെ പോയി ഒന്ന് കറങ്ങി അടിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു, ദീപാവലി ആയതുകൊണ്ട്. മമ്മി പോണ്ടേ? അടിച്ചു പൊളിക്കണം. നമ്മള് എവിടെയൊക്കെ പോണേ? ദീപാവലിയിട്ട് സാധനങ്ങൾ വാങ്ങണം അല്ലേ? അതിന്റെ സാധനങ്ങൾ വാങ്ങണം. അപ്പൊ പിന്നെ എവിടെ പോണേ? മെർമെയ്ഡ് ഷോ. മെർമെയ്ഡ് ഷോ അതും കൂടെ കണ്ടിട്ട് നമുക്ക് വരാം. അപ്പൊ അച്ഛൻ എന്തായാലും ലേറ്റ് ആവും. അച്ഛൻ അതുകൊണ്ട് മമ്മി ചോദിച്ചു പറഞ്ഞു, നമ്മളോട് പോകാൻ പറഞ്ഞു. അപ്പൊ ഗേസ്, നമുക്ക് ദീപാവലിക്കുള്ള പടക്കമൊന്നും വാങ്ങത്തില്ല. നമ്മൾ കൂടുതലായിട്ട് സ്കൈ ഷോട്ടാണ് വാങ്ങുന്നത്. സ്കൈ ഷോട്ട്, പിന്നെ മത്താപ്പ്, കമ്പിത്തിരി, പൂത്തിരി അല്ലേ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങും. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. മതി നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്തായാലും തീർച്ചയായും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം കൂടെ അടിച്ചു പൊട്ടിക്കണം ഗൈസ്. അപ്പൊ നമുക്ക് അടിച്ചു പൊട്ടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പടക്കമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഈ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തത്. അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പോയി കാണുക. അപ്പോൾ എന്തായാലും ഇവിടെ ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഷോപ്പിൽ തന്നെ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. വെറൈറ്റി സാധനങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നിൻ്റെയും പേര് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. പിന്നെ ഞങ്ങൾ ഒത്തിരി ഡേഞ്ചറായിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം സ്കൈ ഷോട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു, സ്കൈ ഷോട്ട് വാങ്ങണമെന്ന്. അപ്പോൾ സ്കൈ ഷോട്ട് പല വിധത്തിലുണ്ട്. ഒരു ബോക്സിനകത്ത് 30 വരുന്നതുണ്ട്, 60 വരുന്നതുണ്ട്, ഒരു ബോക്സിൽ 120 വരുന്നത് വരെ ഉണ്ട്. ഞങ്ങൾ 60 ഒരു ബോക്സിൽ വരുന്ന സ്കൈ ഷോട്ടാണ് വാങ്ങിയത്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, ഞങ്ങളൊരു ദീപാവലിക്ക് അത്യാവശ്യം പൊട്ടിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇത്രയും സാധനം ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ടും അവിടെ നിന്ന് തന്നു. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഇതുവഴി വേറൊരു സ്ഥലത്തൂടെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ഞങ്ങൾ അവിടെ പോയിട്ട് കാണിച്ചു തരാമേ. കണക്കിന് കായ്വരും ചേരാൻ ചമഞ്ഞുള്ള തോഴികളും പായാനായി രണ്ടാറുകളും ഏഴുലകം കീഴവരും നേര. കണക്കിന് കായ്വരും ചേരാൻ ചമഞ്ഞുള്ള തോഴികളും പായാനായി രണ്ടാറുകളും ഏഴുലകം കീഴവരും. കലകൊണ്ട് മറയും വണ്ണത്തിന്റെ വരവ് ചിരിച്ചോണ്ടു പലയും അടുത്തത് പതിയെ. കനലിന് പുറമേ ചുവടുകളമര് ഭയമിതു മറയേ. വശം പിടിച്ചങ്ങ് വരുവാണോ നിന്റെ കൈയും കാലും കെട്ടിക്കുട്ടി? കണക്കാണോ എങ്ങനെ കൂടി വരുവാണോ? അത് കഴപ്പൊക്കെ നിനക്കിന്ന് പതിവാണോ? പതിവിലെ പറ സുഖമാണോ? ഓടിച്ചാടി കൂട്ടി കയറി പണമാവണോ? കണക്കിന് പലതിന് തീർക്കാൻ പടപെട്ടി പിടിക്കാൻ. എന്താണ് ചെങ്ങായി ഇപ്പൊ മലബാറില് നല്ല പമ്പുള്ള ചെന്നായിന് തറവാട്ടില് ഉണ്ടിട്ട് നടന്നറ ദുനിയാവില് പലതുണ്ടിപ്പോ പറയാനെ കടലാസില്. കായ്വരും ചേലായി ചമഞ്ഞുള്ള തോഴികളും പായാനാരണ്ടാറുകളും ഏഴുലകം കീഴവരും. കലകൊണ്ട് മറയും വണ്ണത്തിന്റെ വരവ് ചിരിച്ചോണ്ടു പലരും അടുത്തത് പതിയെ. കനലിന് പുറമേ ചുവടുകളമര് ഭയമിതു മറയേ. ആഹാ, കലകൊണ്ട് മറച്ചത് പലത് കൊണക്കൊണക്കൊണക്കണ ചെറു ചിലര്. മലനാട്ടില് പൊരുതണ മുതല് മനമതു തകരാതെ പൊരുത്. പണത്തിന്റെ മണമെടുക്കുമ്പോൾ അടുക്കുന്ന പറവയെ ചിറകടിച്ചടുപ്പത്തിടും. അത് കണ്ടിന് കൊടി പിടിച്ചടുക്കുമ്പോൾ കടുപ്പത്തിലൊരു കടി പൊതിഞ്ഞെടുക്കും. തെക്കും വടക്കും നോക്കി നിൽക്കുന്ന നേരത്തിന് തെക്കിൽ ചുവട് വെച്ചുമല്ലേ. തക്കം പതുങ്ങി നോക്കി നിൽക്കുന്ന നേരത്തിന്റെ പത്തായ കത്തിച്ചുമല്ലേ.
അപ്പൊ ഫ്രണ്ട്സ് എന്തായാലും ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് മെർമെയ്ഡ് ഷോ ആണ്. കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആണിത്. ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞു കുട്ടി സബ്സ്ക്രൈബറാണ്. അവൻ ഞങ്ങളെ കണ്ടപ്പോൾ ഓടിയെത്തി. അപ്പൊ എന്തായാലും ഫ്രണ്ട്സ് ഇവിടെ ഷോ കാണണമെങ്കിൽ ഒരാൾക്ക് 70 രൂപ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ വലിയ വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയില്ല. വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ 2 മത്സ്യകന്യകമാര് മാത്രമായിരുന്നു. പിന്നെ പല അക്വേറിയങ്ങളിലും സാധാരണ കാണാൻ കഴിയുന്നത് പോലെ വെറൈറ്റി കുറച്ച് പക്ഷികളും കുറച്ച് കളർ ഫിഷുകളും പിന്നെ എന്താ ഫാൻസി കോഴികളുടെ 2-3 വെറൈറ്റീസും 3-4 വെറൈറ്റി തവളകളും ഇതൊക്കെ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഫോട്ടോ സ്പോട്ട് ഉണ്ടായിരുന്നു. മക്കാവോ, ഇഗ്വാന, പെരുമ്പാമ്പ് ഇതിനെയൊക്കെ നമുക്ക് കയ്യിലെടുത്ത് വെച്ചിട്ട് വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുക്കാം. പക്ഷെ ഒരെണ്ണം കയ്യിലെടുക്കുന്നത് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പം ഞാൻ 3 ഐറ്റംസും എടുത്തു. മക്കാവോയും കയ്യിലെടുത്തു, ഇഗ്വാനയും കയ്യിലെടുത്തു, പെരുമ്പാമ്പിനെയും എടുത്തിട്ടില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നു പോകുമ്പോൾ അടുത്തിനി ഷോപ്പിങ്ങിന് പറ്റിയ സ്പോട്ടായിരുന്നു. ഷോപ്പിംഗ് നടത്താൻ ആഗ്രഹമുള്ളവർക്ക് ഒത്തിരി സാധനങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഫാൻസി ഐറ്റംസ് ആയാലും വീട്ടു സാധനങ്ങളായാലും ഫുഡ് ഐറ്റംസ് ആയാലും ഒത്തിരി സാധനങ്ങൾ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും നടത്തിയില്ല. കുറച്ച് സ്വീറ്റ്സ് വാങ്ങി. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പണ്ട് കിട്ടുന്ന ജോക്കർ മുട്ടായി അതുപോലത്തെ നോൾസ്റ്റാൾജിയ ഉണർത്തുന്ന കുറച്ച് സ്വീറ്റ്സ് വാങ്ങി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ പോകാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ 8-ന്റെ പണിയാണ് കിട്ടിയത്. ഒരു 1.5 കിലോമീറ്ററോളം നടന്നിട്ട് വേണം ഞങ്ങളിനി വണ്ടി വെച്ചിരിക്കുന്നത് എത്താൻ വേണ്ടിയിട്ട്. വലിയൊരു മഴ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.